ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ് ആ കസേരയിൽ ഇരിക്കുന്നത്. ഇനി നടക്കില്ല. ഇനി നിങ്ങൾ വാലണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും 3 തലമുറയെ ചവിട്ടിത്താത്തിക്കളയും. എഴുതി വെച്ചോളൂ. ഞാൻ പറയുന്നു, പെഹൽഗാമിലെ ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നത് നരേന്ദ്രമോദി ആയിരിക്കും. 2047 ഇന്ത്യയെ അവരുടെ കാലിഫേറ്റാക്കി മാറ്റാനുള്ള, അവരുടെ മാത്രം രാജ്യമാക്കി മാറ്റാനുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ചവിട്ടിക്കുട്ടി കടലിൽ താത്തിക്കൊണ്ട് ശാരിയ നിയമം ഈ മഹാഭാരതത്തിൽ നടപ്പാക്കാനുള്ള ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഇപ്പോ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ ജിഹാദും അടക്കമുള്ള മുഴുവൻ ജിഹാദുകളുടെ ഒരു ഭാഗമായി തന്നെയാണ് ഈ വഖഫ് നീക്കവും നടക്കുന്നത്. നമ്മൾ കരുതും ഈ വഖഫ് അല്ലെങ്കിൽ മുസ്ലിമിന് ഈ പറയുന്ന ഒരു വിരോധമൊക്കെ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിനു ശേഷം മാത്രമാണ് ഇത്രയും കടുത്ത. അല്ല, ഇവർ വളരെ കൃത്യമായി കാര്യങ്ങൾ നടപ്പാക്കി മുന്നോട്ട് വരികയായിരുന്നു. ഇത് ഇന്നൊന്നുമല്ല. ഭാരതത്തെ 2 മുറിച്ചപ്പോൾ പോലും മുസ്ലിം ലീഗിന്റെ ആവശ്യം എന്തായിരുന്നു? ഞങ്ങൾക്ക് മതാടിസ്ഥാനത്തിലൊരു രാജ്യം വേണം. മുസ്ലിം എന്ന് പറയുന്ന, ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരുടെ ആകെയുള്ള ആവശ്യം അതായിരുന്നു. മതാടിസ്ഥാനത്തിൽ ഒരു രാജ്യം വേണം. അത് സംഭവിച്ചില്ലേ? ഭാരതത്തെ വെട്ടിമുറിച്ചു കൊടുത്തില്ലേ? അവിടെ തീരണ്ടേ? അതവിടെ തീരണം. തീർന്നോ? ഈ ആവശ്യക്കാർ മുഴുവൻ തലേന്നൊഴിഞ്ഞു പോയോ? ഭാരതത്തെ വെട്ടിമുറിച്ചു, മതാടിസ്ഥാനത്തിലൊരു രാജ്യവും നിലവിൽ വന്നു. അപ്പോഴും കുറെ എണ്ണം അപ്പോഴും ഇവിടുന്ന് പോവുകയല്ല. നമ്മളെ മുഴുവൻ വിഴുങ്ങാൻ വീണ്ടും അവർ ഇവിടെ തുടർന്നു. അതല്ലേ നാം ഇപ്പൊ മനസ്സിലാക്കണ്ടേ? അവരോരോ കാലഘട്ടങ്ങളിലും ഉയർത്തുന്ന സ്ലോഗൻസ്, മുദ്രാവാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. അതിന്നിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? തൃത്താലയിൽ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച ഹമാസിന്റെയും ലോക തീവ്രവാദി നേതാക്കളുടെയും ഫോട്ടോ എഴുന്നള്ളിച്ചത് എന്തിനാണ്? ഈ കൊച്ചു കേരളത്തിൽ തൃത്താലയിൽ നടന്നൊരു പരിപാടിയിൽ ആനപ്പുറത്ത് ഈ ലോക തീവ്രവാദികളുടെ ഫോട്ടോ എഴുന്നള്ളിച്ചത് എന്തിനാണ്? ആ എഴുന്നള്ളിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എന്നെ കണ്ടിട്ടുണ്ടാവണം. ഞാൻ മാധ്യമങ്ങളിൽ ഡിബേറ്റിന് വരുന്നതാണ്. ഞാൻ മീഡിയ വൺ എന്ന് പറയുന്ന, ഞാൻ എടുത്തു പറയുകയാണ്, മീഡിയ വൺ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിലിരുന്ന് ഞാൻ ചോദിച്ചു, ഈ ആനപ്പുറത്ത് ഇവരെ എഴുന്നള്ളിച്ചത് എന്തിനാണ്? എനിക്ക് തന്ന മറുപടി എന്താണെന്നറിയാമോ? ഇന്ത്യ നിരോധിച്ചിട്ടില്ലല്ലോ ഹമാസിനെ. അതാണ് ഉത്തരം. അതിന്റെ 2 ദിവസം മുമ്പ് ഇസ്രയേലിന് കൊടുത്തത് ഒരു പിഞ്ചു കുഞ്ഞിനെ കഴുത്തറുത്തിട്ടാണ് ഹമാസ് തിരിച്ചു കൊടുത്തത്. അത്തരം തെമ്മാടി നേതാക്കന്മാരുടെ ഫോട്ടോ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതാണ് ഉത്തരം. നമ്മളെ ഭയപ്പെടുത്താൻ. ഭയം കൊണ്ട് നമ്മൾ വാ തുറക്കരുത്. ജോസഫ് സാറിന്റെ കൈവെട്ടിയ ഓർമ്മയുണ്ടല്ലോ കാലഘട്ടം. നാണം കൊണ്ട് തല കുനിഞ്ഞിട്ട് ഞാൻ പറയട്ടെ, ഞങ്ങളുടെ സമുദായത്തിലോ സമൂഹത്തിലോ ആരും തല പൊക്കി നിവർത്തി എതിർത്തില്ല. വാലുമടക്കി വെച്ച് ഓടി ഞങ്ങൾ. ഭയമായിരുന്നു, ഭയം. എന്നാൽ ഇന്ന് ഞാനും ചാക്കോച്ചനും, നിങ്ങളെല്ലാം ഷോൾ ജോൺസ് എന്ന് വിളിക്കുന്ന, ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുക, ചാക്കോച്ചൻ എന്നാണ് വിളിക്കുക. ഇന്ന് ഞങ്ങൾക്കെല്ലാം ആ ഭയം ഏറെക്കുറെ അകന്നു കഴിഞ്ഞു. അതും ഞാൻ മീഡിയ വൺ ചാനലിൽ ഇരുന്ന് തന്നെ പറഞ്ഞു. ജോസഫ് സാറിന്റെ കൈവെട്ടിയ കാലഘട്ടമല്ല ഇത്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ് ആ കസേരയിൽ ഇരിക്കുന്നത്. ഇനി നടക്കില്ല. ഇനി നിങ്ങൾ വാലണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും 3 തലമുറയെ ചവിട്ടിത്താത്തിക്കളയും. ബാക്കി വെക്കുക ഇവിടെ. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് പറയുന്നു? ഭാരതത്തിൽ എന്ത് നടക്കണമെന്ന് ഭാരത ശില്പികൾ ഉദ്ദേശിച്ചോ അത് മാത്രമേ ഇനി ഇന്ത്യയിൽ നടക്കൂ. ഇനി നിങ്ങളുടെ കാലിഫറ്റ് നിർമ്മാണവും ഇനി നിങ്ങളുടെ ഇസ്ലാമികവൽക്കരണവും മറന്നേക്ക്.
ഞാനൊരു ഏഷ്യാനെറ്റിൻ്റെ ഒരു പരിപാടിയിൽ വാക്പൈറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ ട്രിവാൻഡ്രത്ത് തന്നെ സെറ്റിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചില പരിപാടികൾ എടുക്കുക. ആ പരിപാടിയിൽ എൻ്റെ ഒപ്പം എനിക്കെതിര് വന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന സെക്രട്ടറി CA റൌഫായിരുന്നു. ഇന്ന് തിഹാർ ജയിലിൽ കിടപ്പുണ്ട്. ഞാൻ റൌഫിനോട് ചോദിച്ചു, റൌഫേ നിനക്കെന്താ വിദ്യാഭ്യാസം? നമ്മൾ കരുതും ഇവനൊന്നും വിവരവും വിദ്യാഭ്യാസവും ഇല്ല, ജോലിയും ഇല്ല, കൂലിയും ഇല്ലാത്ത വെറും മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് നടക്കണം. അങ്ങനെയല്ല. നമ്മുടെ സമൂഹങ്ങൾക്കും മതസമൂഹങ്ങൾക്കും ഒക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എത്രത്തോളം നമ്മുടെ കൂടെയുള്ളവരെ പരിഗണിക്കുന്നുവെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഒരു 2 വർഷം മുമ്പ് പലരും ഈ LLB എന്ന് എഴുതുന്ന കാരണം എനിക്കൊരു LLB എടുക്കണമെന്ന് തോന്നി. ഞാൻ പിള്ളേരുടെ കൂടെ എൻട്രൻസ് എഴുതി. ക്ലീറ്റിൽ ഞാൻ എൻട്രൻസിൽ റാങ്ക് ലിസ്റ്റിൽ ഞാൻ സീറ്റ് മേടിച്ചു. പക്ഷെ അതെനിക്ക് പോയി വരാൻ കുറച്ച് ദൂരമുള്ള സ്ഥലമായതുകൊണ്ട് ഞാൻ അച്ഛന്മാരുടെ ഒരു സ്ഥാപനത്തിൽ എനിക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ സീറ്റൊക്കെ നേരത്തെ കൂട്ടി ആമ്പിള്ളേർക്ക് വിറ്റു. ആ ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പം ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ വിഭാഗങ്ങൾ പണം കൊണ്ട് അവർ ഈ നാട് കൈയടക്കുകയാണ്. മാത്യു സാമുവൽ എന്ന് പറയുന്ന ബ്ലോഗറെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം വളരെ ശക്തമായി ഇവർക്കെതിരെ പറഞ്ഞിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കേരളത്തിലെ 60ഓളം മാധ്യമപ്രവർത്തകർക്ക് മാസശമ്പളം കൊടുക്കുന്നത് ഇവരാണ്. 60ഓളം മാധ്യമപ്രവർത്തകരെ തീറ്റിപ്പോറ്റുന്നത് ഈ വിഭാഗമാണെന്ന് മാത്യു സാമുവൽ പറഞ്ഞിട്ട് ഇവരുടെ ഈ മാധ്യമപ്രവർത്തകർ എന്താ കേസെടുക്കാത്തെ? എന്താ ആരും കേസിൽ പോകാത്തെ? ഇവരുടെ യൂണിയനുകൾ എന്താ നടപടിയെടുക്കാത്തെ? അദ്ദേഹങ്ങൾക്ക് എന്താ വാതുറക്കാത്തെ? അതിനു മുമ്പ് ഫസൽ ഗഫൂർ, MESന്റെ ഫസൽ ഗഫൂർ പരസ്യമായ യോഗത്തിൽ പ്രസംഗിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ മാധ്യമപ്രവർത്തകരെയൊക്കെ കൈകാര്യം ചെയ്യാൻ ചില രീതികളുണ്ട്, ഞങ്ങളുടെ ചില പരിപാടികൾക്കെല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ ട്രീറ്റ് ചെയ്യും, ഞങ്ങൾ ആ രീതിയിൽ ഇവരെ കൊണ്ടുപോകും. അഭിലാഷ് മോഹൻ ഇങ്ങനെ എണ്ണി പേര് പറഞ്ഞു കുറെ മാധ്യമപ്രവർത്തകരുടെ. നാണമുണ്ടായിരുന്നോ? അതിനെതിരെ പ്രതികരിച്ചില്ലല്ലോ. ഞങ്ങൾ നിന്റെ ഒന്നും ചെലവിലല്ല, ചെലവിലാണ്. ഇവരുടെയൊക്കെ ചെലവിൽ തന്നെയാണ് ഈ മാധ്യമപ്രവർത്തകർ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ പലതും അറിയേണ്ട രീതിയിലല്ല അറിയുന്നത്. അവരെന്തുദ്ദേശിക്കുന്നു അതേ നമ്മൾ അറിയും, അതേ നമ്മൾ മനസ്സിലാക്കും. ഗോത്രയിൽ എന്തുണ്ടായി, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ എന്തൊക്കെ ഒരു ശരിയായ രീതിയിൽ നടക്കുന്നു, അത് തലതിരിഞ്ഞ് നമ്മളിലേക്ക് എത്തും. എന്നെ സ്ഥിരമായി ചാനലിൽ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, RSSകാർ വടക്കേ ഇന്ത്യയിൽ നല്ല അടി അടിക്കുന്നുണ്ടല്ലോ, മതിയായോ? മീഡിയ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്. അടിച്ച് തലപൊട്ടിക്കുന്നുണ്ടല്ലോ ഒരു അച്ഛൻ്റെ, മതിയായോ? ഞാൻ 1-2 വിഷയമായപ്പോൾ ഞാൻ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ശ്രീ ജോർജ് കുര്യനെ ഞാൻ വിളിച്ചു ചോദിച്ചു, കുര്യൻ്റെ ഇങ്ങനൊരു വിഷയം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ചാനലിൽ പോകുമ്പോഴത്തേക്ക് എനിക്കൊരു തിക്കുമുട്ടൽ വരുന്നുണ്ട്, മറുപടി കൊടുക്കാതെ ഒരു ശീലം എനിക്കില്ല, തലകുടിച്ച് എനിക്ക് ഇരിക്കുന്നൊരു ശീലം ഒട്ടുമേ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ വാല് കടങ്ങി പോകും. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, RSS എന്ന് പറയുന്ന ഈ കുടുംബത്തിൽ, ഈ സംഘപരിവാര കുടുംബത്തിൽ എത്രയോ 100 കണക്കിന് സംഘടനകളുണ്ട്. ഈ സംഘടനകളിൽ എത്ര സംഘടനകളുണ്ടെന്ന് ഒരു RSSകാരന് പോലും ഒരു പക്ഷം അറിയാൻ കഴിയില്ല. അത്രത്തോളം സംഘടനകളുണ്ട്. ഇതിനകത്ത് പെടാത്ത സംഘടനകളുമുണ്ട്. അവർ അറ്റത്ത് ഹനുമാന്റെ അറ്റത്ത് വാലുകൊണ്ട് എന്തെങ്കിലും ഒരു ഹിന്ദു പേര് ചേർത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് യാതൊരു കൺട്രോളും ഇല്ല. അവർ സംഘപരിവാർ സംഘടനകളുമല്ല. അവരാണ് ഏറെക്കുറെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. പക്ഷേ അവരുണ്ടാക്കുന്ന പ്രശ്നം ഡയറക്റ്റായി വന്നു പതിക്കുന്നത് ഇവിടെ ഈ സംഘപരിവാർ സംഘടനകളുടെ മുകളിലാണ്. ഞാൻ അത് പറഞ്ഞപ്പോ ക്രിസംഗിയിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല. ക്രിസംഗി ഇതേ പറയൂ, എങ്ങനെയും ന്യായീകരിക്കാൻ കൊട്ടേഷൻ എടുത്തു വന്നിരിക്കുന്നതാണ്. പക്ഷെ അതാണ് സത്യം. പിന്നെ കുറെ ക്രിസ്ത്യാനികൾക്ക് തല്ലു മേടിക്കുന്നു. എനിക്ക് പറയാൻ ഒരു മടിയില്ല. വടക്കേ ഇന്ത്യയിൽ നല്ല ഒന്നാന്തര ഹിന്ദു തറവാടികൾ ചെന്നിച്ച് പോന്നോളൂ, കർത്താവിന്റെ വഴിയെ പോന്നോളൂ എന്ന് പറഞ്ഞാൽ അടി കിട്ടാതിരിക്കും. അവർ നല്ല ഒന്നാന്തരം വിശ്വാസികൾ, ക്ഷേത്രത്തിൽ പോകുന്ന വിശ്വാസികൾക്കൊക്കെ ചെന്ന് എന്തിനു ആവശ്യമില്ലാത്ത കാര്യങ്ങളാ പോടെ? എന്തിന് ഈ പഠിക്കാനാ പോണെ? ആളെ കൂട്ടാൻ നിങ്ങളാണ് പറഞ്ഞത് ശമ്പളം കൊടുത്തിട്ട് പോകാൻ. ക്രിസ്തു അങ്ങനെ ഈ ഓരോ വീടുകളിൽ ചെന്നിച്ച് കഴിച്ചു പിടിച്ചുകൊണ്ട് വരാനൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഗോതമ്പൊടി കൊടുത്ത് ആക്കാനൊന്നും ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. എവിടെ ഏത് പുസ്തകത്തിലാണ് പറഞ്ഞത്? കിട്ടുന്ന മേടിച്ചോണം. ഇത് ഭാരതമാണ്. ഇവിടെ അവനവന്റെ വിശ്വാസമുണ്ട്, അവനവന്റെ സ്വാതന്ത്ര്യമുണ്ട്. അതിനകത്തൊന്നും മറ്റുള്ളവർ കൈയടക്കരുത്. കൈ ഇട്ട് അത് ബുദ്ധിമുട്ടാണ്. സമൂഹത്തിൽ അനാവശ്യ ഫ്രിക്ഷൻ ഉണ്ടാക്കരുത്. അങ്ങനെ
ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഈ തൃത്താലയിലെ സാധനം അവിടുന്ന് മുന്നോട്ട് വന്നു. കഴിഞ്ഞതിന് മുമ്പലത്തെ ആഴ്ച സോളിഡാരിറ്റിയുടെ പരിപാടിയിൽ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ നേതാക്കളെ കൂടി കുറച്ചുകൂടി തീവ്ര നിലപാടുള്ള അവരുടെ ഫോട്ടോ അവരെഴുന്നള്ളിച്ചു. ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്തോ? ഇവരാരെങ്കിലും എഴുതോ? ബോംബെ ഭീകരാക്രമണത്തിന്റെ ബുദ്ധികേന്ദ്രം നരേന്ദ്രമോദി എന്ന മിടുമിടുക്കന്റെ കഴിവുകൊണ്ട് ഇന്ത്യയിലെത്തിച്ചു. ഈ തഹാവൂറാണ് ഈ കേരളത്തിൽ കൊച്ചിയിൽ പലതവണ വന്നു. ആരെ കാണാൻ? ആരെങ്കിലും ചർച്ച ചെയ്തോ? തഹാവൂറാണ് ആരാണ്? നമ്മുടെ ചുറ്റും നടക്കുന്നത് നാം മനസ്സിലാക്കണം. ഇവിടെ മാധ്യമപ്രവർത്തകർ ചർച്ച ചെയ്യില്ല. മാധ്യമപ്രവർത്തകർ ഈ വിഷയം കണ്ടതായേ നടിക്കില്ല. അതിനെതിരെ ശബ്ദിക്കാൻ ചെല്ലുന്നവന്റെ വാ തുറപ്പിക്കില്ല. നമ്മൾ വാ തുറന്നു വരുമ്പോഴേ നമ്മുടെ മൈക്ക് ഓഫ് ചെയ്യും. അവൻ പറഞ്ഞു തരുന്നത് നമ്മുടെ വായി കേട്ടു തരും. നമ്മളെ കൂടി ഇരുത്തിക്കൊണ്ട് ആ ചർച്ചയുടെ ആകത്തുകയായി അവർക്ക് വേണ്ടത് എന്താണോ അത് നമ്മുടെ ഒരു റിസൾട്ടായി പുറത്തേക്ക് തരും. അതിന്റെ ഒക്കെ ഭാഗമായി തന്നെയല്ലേ കുന്തിരിക്കവും മലരും ഒരു പയ്യനെ കൊണ്ട് വിളിപ്പിച്ചത്? എന്തായി കേസ്? എവിടെയെങ്കിലും വെക്കും. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാകേണ്ട സമയം അതിക്രമിച്ചു. എന്താണ് പഹൽഗാമിൽ നടന്നത്? ആരാണ് അത്തരം ധൈര്യം കൊടുത്തത്? ഇത്തരം ധൈര്യം എവിടുന്ന് കിട്ടി? അത് എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ ഒരു പ്രസംഗം അതിന് അകമ്പടിയായി ഞാൻ പറയും. നിങ്ങളെ ആർക്കാണ് ഭയം? നിങ്ങളെ ആർക്കാണ് ഭയം? SDPയുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസിയുടെ പ്രസംഗമാണ്. നിങ്ങളെ ആർക്കാണ് ഭയം? ഇന്ത്യയിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ മുസ്ലിമിന്റെ അനുവാദം വാങ്ങാതെ ഈ ഭാരതത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കാലഘട്ടത്തിലേക്ക് ഇന്ത്യ കടന്നു കഴിഞ്ഞു. തെളിവുണ്ട്. വീഡിയോ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നടപ്പുണ്ട് MK ഫൈസിയുടെ. ഇപ്പൊ അദ്ദേഹം മാന്യമായി തിഹാർ ജയിലിൽ കഷ്ടപ്പെട്ടു. ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെന്ന് മറന്നുപോയി. കാലഘട്ടം മാറിയത് മറന്നുപോയി. വേണ്ട, പെഹൽഗാമിലൂടെ മറ്റൊരു ബുദ്ധിമോശം കൂടി ഇവർ കാണിച്ചു. ലോകത്തോളടി തന്നെ ക്രിസ്ത്യാനിയും ജൂതനും കൈകോർത്ത കാഴ്ച കണ്ടുവന്നാൽ കാണാം. പെഹൽഗാമിലൂടെ എന്ത് സംഭവിക്കുന്നു? ഇന്ത്യ എന്ന മഹാഭാരതവും കൂടി അതിലേക്ക് കൈകോർക്കുകയാണ് ലോകശക്തികൾ. അമേരിക്കയും ജൂതന്റെയും കൂടി ഭാരതവും കൂടെ കൂടിയാൽ ബംഗറിൽ ഒഴിക്കാൻ പറ്റില്ല. ഇതില് ജനാകുമാരെ പുകയിട്ട് ചാടിക്കും പുറത്ത്. ലോകത്തിന് നിങ്ങളുടെ തീവ്രവാദം അവസാനിപ്പിക്കാതെ ഇത് തീരില്ല. പെഹൽഗാമിൽ തുടങ്ങിയ